തിങ്കളാഴ്ച സഭ തുടങ്ങിയ അന്നു മുതൽ തന്നെ നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ബഹളമായിരുന്നു. ഒരു ദിവസം പോലും സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഈ പരീക്ഷാ ഭേദഗതി ബിൽ അതിൽ മാത്രമാണ് പ്രതിപക്ഷം ഇപ്പോൾ സഹകരിച്ചിരിക്കുന്നത്. അതിനു മുൻപ് ഉള്ള ചർച്ചകൾക്ക് പോലും ചോദ്യോത്തര വേളയിൽ പോലും പ്രതിപക്ഷം സഹകരിച്ചിരുന്നില്ല. അവസാനം ഈ ബിൽ പാസാക്കിയെടുക്കുന്നതിൽ മാത്രം ചർച്ചയിൽ പങ്കെടുക്കാം എന്ന് പ്രതിപക്ഷം തീരുമാനിക്കുകയായിരുന്നു. അത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബ്ദ വോട്ടോടെയാണ് പരീക്ഷാ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുന്നത്. ഇനി എന്ത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കൊപ്പം വിശദാംശങ്ങളുമായി കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, മൂന്നാം മോദി സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു ഈ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. ഏറ്റവും ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ അത് എത്തി. അങ്ങനെ കേന്ദ്ര സർക്കാരിന് രാജിയിൽ ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമുള്ള നടപടികളായിരുന്നു. ഇനി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള പരിഹാരക്രിയകളായിരുന്നു യഥാർത്ഥത്തിൽ സഭയിൽ നടന്നത്. ആ ബില്ലും പാസാക്കിയിരിക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും അഭാവം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആരാണ് സമാധാനപൂർവ്വം സമരം നടത്തിയ വിദ്യാർത്ഥികളെ പെല്ലറ്റ് ഉപയോഗിച്ച് ആക്രമിക്കാൻ അനുവദിച്ചത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇതിനൊന്നും മറുപടിയില്ല. ഇനിയുള്ള ദിവസങ്ങൾ എന്തായിരിക്കും സഭയിൽ നടക്കാൻ പോകുന്നത്? ഈ പ്രശ്നങ്ങൾ അവസാനിച്ചു, ഇതോടുകൂടി പരിഹരിച്ചു കേന്ദ്രം എന്ന് നമുക്ക് കരുതാമോ? രേണുക, പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഒരിക്കലും കരുതാനാവില്ല. കാരണം പ്രധാനമായും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു വിഷയം വിദ്യാർത്ഥികൾക്കു നേരെ നടത്തിയ പോലീസ് അതിക്രമം. ഈ പോലീസ് അതിക്രമത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയണം, പ്രസ്താവന നടത്തണമെന്നുള്ള ആവശ്യമാണ്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം ഇരു സഭകളിലും ബഹളം വെക്കുന്നതും പ്രതിഷേധിക്കുന്നതുമെല്ലാം. ആ ആവശ്യം ഇന്നും അതേപടി തന്നെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ശമനം ഉണ്ടാകും, അല്ലെങ്കിൽ സമാധാനപൂർണ്ണമായി സഭ മുന്നോട്ട് പോകും എന്ന് നമുക്ക് കരുതാനാവില്ല. ഈ ബില്ലിൻ്റെ ചർച്ചയിൽ തന്നെ ഇന്ന് ഏറ്റവും പ്രധാനമായുണ്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമായിരുന്നു. രാഹുൽ ഗാന്ധി ഒരു കുട്ടിയുടെ, സമരക്കാരിയായ ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പ്രധാന അറ്റാക്ക് RSSന് നേരെ ആയിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. RSS ആണ് ഈ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ അത് വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉടനീളം അദ്ദേഹം ശ്രദ്ധിച്ചത്. അതിൽ തുടക്കം അദ്ദേഹം പറഞ്ഞത് 3 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. ഒന്ന് വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത് പഠിക്കുന്നവർ മാത്രമല്ല, അവർ അഭിഭാഷകരാവാം, കർഷകരാകാം, അല്ലെങ്കിൽ ജോലിയില്ലാത്തവരാകാം, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള ആളുകളാകാം. പക്ഷേ അവരെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർക്ക് കൂടുതൽ വിജ്ഞാനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവർ ലോകത്തെ മുഴുവൻ സഹിഷ്ണുതയോടെ കാണുന്ന ആളുകളാണ്. അപ്പോൾ എതിര് നിൽക്കുന്നവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഉത്തരം അത് വിഡ്ഢികളാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇഡിയറ്റ്സ് എന്നുള്ള പ്രയോഗമാണ് നടത്തിയത്. ഈ ഇഡിയറ്റ്സ് എന്ന പ്രയോഗം കൃത്യമായും RSS ഐഡിയോളജിക്കെതിരെയുള്ള, അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള ഒരു പ്രയോഗമായി തന്നെയാണ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചത്. പക്ഷേ എവിടെയും അങ്ങനെ അവരുടെ പേര് പറഞ്ഞില്ല. പക്ഷേ ഭരണപക്ഷം ആ സമയത്ത് തന്നെ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഉയർത്തി. ആ പ്രതിഷേധത്തെ തുടർന്ന് താൻ എവിടെയും ആ പേര് ഉപയോഗിച്ചിട്ടില്ല, ആരുടെ വ്യക്തിപരമായത് ആക്ഷേപിച്ചിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് രാഹുൽ ഗാന്ധി നൽകിയത്. പിന്നീടും പ്രസംഗം തുടർന്ന ശേഷം അദ്ദേഹം പറഞ്ഞത് ഇനി മൂന്നാമത് ഒരു കൂട്ടർ കൂടി ഉണ്ടല്ലോ, അതാരാണ് എന്ന ചോദ്യത്തിന് അന്ധരായ ഭക്തർ എന്നുള്ളതാണ് പറഞ്ഞത്, അന്ധരായ അനുയായികൾ എന്നുള്ളതാണ് പറഞ്ഞത്. എന്ത് പറഞ്ഞാലും അതാണ് ശരി. തങ്ങൾ സ്വയം പൂർണ്ണരാണ് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ തങ്ങൾ ദൈവങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ഈ വിഡ്ഢികളുടെ അനുയായികൾ എന്നുള്ളതാണ് പറഞ്ഞത്. ഈ RSSനെയും BJPയും ഒക്കെ പിന്തുണയ്ക്കുന്ന ആളുകളെ കൂടി ലക്ഷ്യമിട്ടായിരുന്നു ആ പ്രയോഗം. ഇതോടുകൂടി വീണ്ടും അവിടെ ഭരണപക്ഷത്തിൻ്റെ വലിയ പ്രതിഷേധം ഉയർന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം RSSന് നേരെ ഡയറക്റ്റ് പേര് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവ് RSS തകർക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും RSSകാരായ ആളുകളെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ആദ്യം RSS എന്ന് പേര് പറഞ്ഞപ്പോൾ ഭരണപക്ഷം എതിർത്തപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കേണ്ടി വന്ന വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ RSSകാരനല്ലേ, അദ്ദേഹം അതിന് നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് RSS എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു വന്നത് എന്നത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെയൊക്കെ ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും തകർത്തതിനെക്കുറിച്ച് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് നല്ല ബോധമുണ്ട്. അവരുടെ അച്ഛനമ്മമാർക്ക് ചിലപ്പോൾ RSSനെയും BJPയും ഒക്കെ എതിർക്കാൻ ഭയം ഉണ്ടായിരിക്കും. പക്ഷേ വിദ്യാർത്ഥികൾ അങ്ങനെയല്ല. അവർ ഈ ഭയത്തെ മറികടന്നവരാണ്. അവർക്ക് ഈ അവരുടെ ഭാവിയെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അവർക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ ഭയത്തെ മറികടന്നിരിക്കുന്നു. അവരിൽ വലിയ പ്രതീക്ഷയുണ്ട്. അവരെ ബഹുമാനിക്കണം എന്നുള്ളത് പറഞ്ഞു. അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായിലേക്ക് നേരിട്ട് അറ്റാക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ
ഇല്ലാത്തത്, ഈ സഭയിൽ ഇല്ലാത്തത്, ഈ കുട്ടികളെ ആക്രമിച്ച വിഷയത്തിലടക്കം ആരാണ് അവർക്ക് ഓർഡർ നൽകിയത്, ഈ ഇങ്ങനെ ഒരു ഉത്തരവ് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ ഉത്തരവ് നൽകിയത് അമിത്ഷായാണ്, ആഭ്യന്തരമന്ത്രിയാണ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഇതോടുകൂടിയാണ് ഭരണപക്ഷം വളരെ കടുത്ത പ്രതിഷേധവുമായി ഉയർന്നത്. ഇതിന് തെളിവ് കാണിക്കണം, ഉത്തരവിൻ്റെ പകർപ്പ് കാണിക്കണം എന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടു. പലതവണ 3 തവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു. ഈ സഭ നിർത്തിവെച്ചതിന് ശേഷവും ഈ ഇരുഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇരുഭാഗവും തയ്യാറായിരുന്നില്ല. കിരൺ റിജിജു ഇതിനിടയ്ക്ക് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. കള്ളം പറയുകയാണ് രാഹുൽ ഗാന്ധി എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. 3 മണിയോടുകൂടി സഭ ചേരുമ്പോൾ സ്പീക്കർ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗിക്കാനുള്ള സമയം കഴിഞ്ഞു എന്നറിയിക്കുകയും ഭരണപക്ഷത്തു നിന്ന് അടുത്ത ആളിനെ വിളിക്കുകയും ചെയ്യുകയായിരുന്നു. ഭരണപക്ഷത്തു നിന്ന് പ്രസംഗം നടക്കുമ്പോഴും പ്രതിപക്ഷത്തു നിന്ന് ശക്തമായ പ്രതിഷേധം അപ്പോഴും ഉയർത്തുന്നുണ്ടായിരുന്നു. ഒടുവിൽ ശബ്ദ വോട്ടോടുകൂടിയാണ് ഈ ബില്ല് പാസ്സായത്. തീർച്ചയായും ഒടുവിൽ ശബ്ദ വോട്ടോടുകൂടി ബിൽ പാസ്സാവുകയായിരുന്നു. കിരൺ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ CJP ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നൊരു സാഹചര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. മറ്റൊന്ന്, കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടാണ്. ആർക്കുമെതിരെ കേസെടുക്കില്ല എന്ന് സർക്കാർ ഉറപ്പ് നൽകിയപ്പോൾ കോടതി അതിൽ ആ നിലയ്ക്കുള്ള ഒരു സമീപനമല്ല സ്വീകരിച്ചത്. 18 വയസ്സിൽ താഴെയുള്ളവരുടെ കാര്യത്തിലും അതിന് മുകൾ പ്രായമുള്ളവരുടെ കാര്യത്തിലും 2 തരത്തിലുള്ള സമീപനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കണ്ടു. ഭരണഘടനാ സ്ഥാപനങ്ങളെ വിലക്കെടുത്തുകൊണ്ട് വാക്ക് പാലിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നതാണ് CJP ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. ആ വിഷയങ്ങളിലൊക്കെ എങ്ങനെ ഇനി പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നാണ് കരുതേണ്ടത്. പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യങ്ങൾ, അതിന് മറുപടിയില്ലാത്തൊരു സാഹചര്യം ഈ ബില്ല് പാസ്സാകുന്ന വേളയിലും സഭയിൽ നിലനിൽക്കുന്നു. ഒപ്പം വിദ്യാർത്ഥികൾക്ക് നൽകിയ ഉറപ്പ് പാലിക്കപ്പെടുമോ എന്ന ഒരു സംശയം അവർ തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വരും ദിവസങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം? കേന്ദ്രം ആ വാഗ്ദാനങ്ങൾ നിറവേറ്റി കൊടുക്കാനുള്ള സാധ്യതയാണോ ഉള്ളത്, അതോ സുപ്രീം കോടതിയുടെ നടപടികൾക്കായി കാത്തിരിക്കാനുള്ള സാധ്യതയും? രേണുക, ഇതിനെ നമുക്ക് 2 തരത്തിലാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, അതിനെ പൊളിറ്റിക്കലായി കാണാം. രണ്ടാമത്, അതിനെ നിയമപരമായിട്ടാണ്. അതിൻ്റെ നിയമപരമായ വിഷയങ്ങളിലേക്ക് വന്നു പറഞ്ഞാൽ, ഒരു കോടതിയിൽ ഇങ്ങനെ ഒരു അക്രമം ഉണ്ടാകുന്നു, ആ പ്രതിഷേധം നടത്തിയ ആളുകൾക്കെതിരെ പോലീസിൻ്റെ ആക്ഷൻ ഉണ്ടാകുന്നു. തിരിച്ചും സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുമൊക്കെ തിരിച്ചുള്ള അക്രമങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വാർത്തകളും എല്ലാം വന്നാണ്, ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നാണ്. ഈ കേസുകളെല്ലാം പിൻവലിക്കാം എന്നുള്ളതായിരുന്നു സർക്കാർ ഈ സമരക്കാർക്ക് നൽകിയ വാഗ്ദാനം. പക്ഷേ സർക്കാർ അത് പാലിക്കാത്തത് കോടതിയിൽ പോയി കഴിയുമ്പോൾ കോടതി എന്താണ് പരിശോധിക്കുന്നത്? കോടതി ഇങ്ങനെ ഈ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രമം ഉണ്ടായിട്ടുണ്ട്, അതിന് ഒരു സ്വതന്ത്രമായ അന്വേഷണം വേണം, ആ അന്വേഷണം എന്നുള്ള ആവശ്യം കോടതി അംഗീകരിക്കുന്നു. എന്നാൽ ഈ കേസുകളെല്ലാം പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുന്നിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആരെങ്കിലും നിങ്ങൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെങ്കിൽ അവരെ അടിയന്തരമായി വിടണം എന്നതിനപ്പുറത്തേക്ക് പ്രായപൂർത്തിയായ ആളുകൾ 18 വയസ്സ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ കോടതി നിയമപരമായി ആ കേസ് തള്ളിക്കളയും, ആ കേസുകളെല്ലാം വേണ്ട, ഒഴിവാക്കിയത് എന്ന് പറയുന്ന രീതി സാധാരണഗതിയിൽ കോടതിയിൽ അങ്ങനെ അത്യപൂർവമായിട്ട് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലോ പ്രത്യേക സാഹചര്യത്തിൽ സാധാരണ ഇതിൽ അതൊരിക്കലും ഉണ്ടാവാറില്ല. അതാണ് അതിൻ്റെ നിയമപരമായ വശം. അതുകൊണ്ട് തന്നെ അങ്ങനെ കോടതി മറിച്ചൊരു തീരുമാനം എടുത്തു എന്ന് കരുതി അത് ഈ തീരുമാനത്തിന് ആകെ തിരിച്ചടിയാണ്, കോടതി എതിരാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം കോടതിയുടെ മുന്നിലെത്തുന്നത് അക്രമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, പോലീസിൻ്റെ പരാതികളുണ്ട്. സ്വാഭാവികമായി ആ പരാതിയിൽ അന്വേഷണം നടക്കട്ടെ, ആ അന്വേഷണം തീരുമാനം എടുക്കാം. കോടതി തന്നെ ഒരു സ്വതന്ത്ര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് പിൻവലിക്കുക എന്നുള്ളത് അതുമായി വരുന്നില്ല. 2 പൊളിറ്റിക്കൽ വിഷയമാണ്. രാഷ്ട്രീയമായി ഇത്തരം കേസുകൾ പൂർണ്ണമായും പിൻവലിക്കും എന്നുള്ളത് ഈ സമരക്കാർക്ക് സമരം തീർക്കാൻ വേണ്ടി നൽകിയ വാഗ്ദാനമാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം, സമരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അംഗീകരിച്ചതോടുകൂടി തന്നെ മറ്റു കാര്യങ്ങൾ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളത് ഏറെക്കുറെ രാഷ്ട്രീയമായി അപ്പോൾ തന്നെ ഉറപ്പായിരുന്നു. ഇതിന് മുമ്പെടുത്ത കേസുകൾ മാത്രമല്ല, ഇതിനു ശേഷവും കേസുകൾ എടുത്തിട്ടുണ്ട്. അത് ഡൽഹിയിൽ എടുത്ത കേസുകൾ മാത്രമല്ല, വിവിധ സംസ്ഥാനങ്ങളിൽ സമാനമായ കേസുകളൊക്കെ എടുത്തിട്ടുണ്ട്. ബംഗാളിൽ എടുത്തിട്ടുണ്ട്, ബീഹാറിൽ എടുത്തിട്ടുണ്ട്, ഗുജറാത്തിൽ എടുത്തിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനെ വ്യാപകമായ തോതിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ കേസുകളൊക്കെ പിൻവലിക്കണോ വേണ്ടോ എന്നൊക്കെ ആ സംസ്ഥാന സർക്കാരുകൾ കൂടി തീരുമാനിക്കേണ്ട അവസ്ഥയാണ്. ആ സംസ്ഥാന സർക്കാരുകൾക്കല്ലാതെ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞുകൊണ്ട് എല്ലാ സംസ്ഥാന സർക്കാരും ആ കേസുകളെല്ലാം പിൻവലിക്കുമെന്നും കരുതാനാവില്ല. ആ കേസുകൾ അങ്ങനെ വീണ്ടും ഇതിന് ശേഷം തന്നെ ഇന്നലെ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി എത്തിയത് ഇതിന് എത്രയോ കാലം മുമ്പുള്ള ഒരു കേസിലാണ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയത്. സാധാരണ ഇതിൽ അങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതി, പോലീസ് കയറി അറസ്റ്റ് ചെയ്യുന്ന രീതിയില്ല. അത്യപൂർവ്വ ഘട്ടത്തിൽ മാത്രമാണ്. ഇന്ന് അതിന് മറുപടി പറഞ്ഞ JP നദ്ദ ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ മറുപടി, എന്നെ അടക്കം അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ്. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കോളേജിൽ കയറി എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. അതിന് ഐസി ഘോഷ് കൊടുത്ത മറുപടി കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഐസി ഘോഷ് പറഞ്ഞത് അത് അടിയന്തരാവസ്ഥ കാലത്താണ് അറസ്റ്റ് ചെയ്തത്, ഇന്ത്യയിൽ ഇപ്പോൾ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നിർത്തുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ കയറി അറസ്റ്റ് ചെയ്തതുപോലെയാണോ നിയമ സംവിധാനങ്ങൾ സസ്പെൻഡ് ചെയ്യാത്ത ഒരു ഘട്ടത്തിൽ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുള്ള ഒരു മൂർച്ചയുള്ള ചോദ്യങ്ങൾ? അങ്ങനെ
ജൻ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പഴയകാല രാഷ്ട്രീയത്തിൻ്റെ ചോദ്യങ്ങളെ അവരുടെ ചരിത്രം തന്നെ എടുത്തു വെച്ച് തിരിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസുകളൊക്കെ ഇനിയായാലും ഈ കേസുകൾ ഇനിയും നിൽക്കും. അത് കോടതിയിൽ പോയി അവരുടെ പഴയ കേസിൽ കോടതി തന്നെ ഇന്ന് നാളെ വരെ അവരെ അറസ്റ്റ് ചെയ്ത് നാളെ കോടതിയിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കേസുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകും എന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയമായി ഒരു വീഴ്ച പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു പിന്നോക്കം പോക്ക് നിൽക്കുന്ന ഒരു സർക്കാർ ഇനി കേസിൻ്റെ കാര്യത്തിൽ കൂടി അങ്ങനെ ചെയ്യില്ല. കാരണം ഈ സമരത്തിലേക്ക് വന്ന നിരവധി പേരുകൾ സ്ഥിരമായി രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളിലോ ഒന്നും പ്രവർത്തിക്കുന്ന ആളുകളല്ല. അവർക്കൊക്കെ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി കേസിന് പുറമെ കാലങ്ങൾ നടക്കേണ്ടി വരും. ഇങ്ങനെ ബുദ്ധിമുട്ടിച്ച് ഒരു കാരണവശാലും നാളെയും ഇങ്ങനെ സമരത്തിന് വരുന്നവരെ ഈ തരത്തിൽ പിന്തിരിപ്പിക്കുക, അത് സർക്കാരിനെ സംബന്ധിച്ച് അത് എല്ലാ കാലത്തും സർക്കാർ ഉപയോഗിക്കുന്ന ഒരു വളരെ ഫലപ്രദമായ ഒരു തന്ത്രമാണ്. പഠിക്കുന്ന കുട്ടികളായിരിക്കും, ചിലർ ജോലിയുള്ള ആളുകളാണ്, അവർക്കൊക്കെ ഈ കേസിന് വേണ്ടി നടക്കുക. അങ്ങനെ അവരെ ഇനി നാളെ നിങ്ങൾ ഇങ്ങനെ ഒരു സമരത്തിന് പോയാൽ നിങ്ങൾക്ക് ഇങ്ങനെ നഷ്ടം വരുമെന്ന് അവരെ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ അങ്ങനെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. പക്ഷേ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് പലപ്പോഴും പല ഘട്ടത്തിലും ഒരു യുവജന വികാരം ഉണർന്നു കഴിഞ്ഞാൽ അവരതിനെയൊക്കെ മറികടന്ന് കേസൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിരത്തിലിറങ്ങുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുന്നു. ശരി, കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു കടമ്പ മറികടന്നിരിക്കുകയാണ്. പരീക്ഷാ ഭേദഗതി ബിൽ പാസ്സായിരിക്കുന്നു. 10 വർഷം വരെ തടവും 50 ലക്ഷം വരെ പിഴയും ഇതിന്റെ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ശിക്ഷ വിധിക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതിയാണ് ഈ നിയമത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അത് നിയമം ശക്തമാക്കിക്കൊണ്ട് ഇനി ഇത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കരുതലാണ് ഈ ബിൽ പാസ്സാകുന്നതിലൂടെ ഉണ്ടാകുന്നത്. അതിനപ്പുറം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസ് അതിക്രമം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം എന്നതറിയുന്നു. അത് സഭയിൽ എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നത് കാത്തിരുന്ന് കാണണം. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ തുടർ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. CJPക്ക് നൽകിയ ഉറപ്പുകൾ ഉൾപ്പെടെ പാലിക്കുന്നതിൽ എന്ത് നടപടി എന്നതാണ് കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ്ടും അതിശക്തമായ പ്രക്ഷോഭം എന്നതാണ് CJP നൽകുന്ന മുന്നറിയിപ്പ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.